ഇവർ പരിശുദ്ധാത്മാവാണ് ഇവരിൽ വരുന്ന കാര്യസ്ഥൻ എന്ന് പറയാറുണ്ടല്ലോ. അവിടെ ഈ പറയപ്പെടുന്ന പരിശുദ്ധാത്മാവ് ഇവരെ വിശ്വാസപ്രകാരം പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിന് ഇതുപോലെ തന്നെയാണ് സംഭവം ഉള്ളത്. യോഹന്നാന്റെ 16:14 വാക്യം നോക്കിക്കഴിഞ്ഞാൽ, അവൻ സ്വമേധയാ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. കണ്ടോ, പരിശുദ്ധാത്മാവാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. ഇത് സത്യത്തിൽ കാര്യസ്ഥനാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനും യേശുവിന്റെ പോലെ സ്വന്തമായിട്ട് സംസാരിക്കാൻ കഴിയില്ല. യേശുവിന് സ്വന്തമായിട്ടൊന്നും സംസാരിക്കാൻ കഴിയില്ല, സ്വന്തമായിട്ടൊന്നും പ്രവർത്തിക്കാനും കഴിയില്ല. അതിന്റെ കൂടെ തന്നെ യേശുവിന് പല കാര്യങ്ങൾ അറിയില്ല. ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ ബിജു മനസ്സിലാക്കേണ്ടത് വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതല്ല, സത്യമായിട്ട് സത്യത്തെ ഉൾക്കൊള്ളുക എന്നുള്ളതാ. ഇനി നമ്മക്ക് വായിക്കാനുള്ളത് എന്താ വെച്ചാല്, എബ്രായ ലേഖനം 5:7 ഞാൻ വായിക്കാം. എബ്രായ ലേഖനം 5:7. അപ്പൊ അവിടെ നമ്മൾ വായിക്കുമ്പോ എങ്ങനെയാണ് കാണുന്നത്? യേശു തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്നു തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനെ കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവന്റെ ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു. ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് പിന്നെ ഇവിടെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവന് അത് യേശു അല്ല, അതിൽ യേശുവിന് ഒരു പങ്കുമില്ല. മരണത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറയുന്നത്, അതായത് യേശുവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറയുന്നതില് യേശുവിന് ഒരു പങ്കുമില്ല. പിന്നെയോ ആ യേശുവിന്റെ പ്രാർത്ഥനയും യാചനകളും ഒക്കെ കേൾക്കാനുള്ള അഥവാ കേട്ട് പ്രതികരിക്കാനുള്ള കഴിവ് ആർക്കില്ല? യേശുവിനില്ല. ആ പ്രാർത്ഥന കേൾക്കാനും അതിന് ഉത്തരം നൽകാനുള്ള ഒരു കഴിവ് ആ യേശുവിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിവ് പിന്നെ ഈ യേശുവിന് ഇല്ല. ആ അറിവിൽ ഒരു പങ്കുമില്ല യേശുവില്. ഇപ്പൊ ഈ തൃത്വത്തില് യേശുവിനെ പുറത്താക്കിയില്ലേ ഇവരെ ബൈബിൾ തന്നെ പറയണു, ഈ തൃത്വത്തില് യാതൊരു പങ്കും യേശുവിന് ഇല്ലാന്ന്. അപ്പൊ തൃത്വം ഇവിടെ പൊളിഞ്ഞ് പാളീസായി പോയി. ഇനി എത്ര വചനം ഇവർക്ക് വേണം? എത്ര വചനം വേണം? അപ്പൊ അവിടെ 1000 വചനം കൊടുത്തിട്ടും കാര്യമില്ല, അവരത് ഉൾക്കൊള്ളൂല. യൂനുസ്ക, അതിലെ വേറൊരു വിഷയം ഇവിടെ ഉണ്ട്. ഇവിടെ ദൈവവചനം നിമിത്തമാണ് പ്രാർത്ഥന സ്വീകരിച്ചത് എന്നല്ലേ? അപ്പൊ ദൈവഭയം മൂലം ദൈവഭയം ഇല്ലെങ്കിൽ സ്വീകരിക്കൂല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ മുഴുവനും ദൈവം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിക്കാറില്ല. അങ്ങനെ സ്വീകരിക്കാനുണ്ടായ കാരണം ദൈവഭയം മൂലമാണ്. അപ്പം ഭയം ഉണ്ടാകുമ്പോഴേ സ്വീകരിക്കുള്ളൂ എന്നാ. അപ്പൊ ഈ ക്രൈസ്തവർക്ക്, ഈ പാസ്റ്റർമാർക്കൊക്കെ ദൈവഭയം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതോടുകൂടെ ഭയക്കണമെങ്കിൽ, സ്വന്തം ദൈവമാണെങ്കിൽ, ഞാൻ ദൈവമാണ് എന്ന് പറയണമെങ്കിൽ അത് ഞാനെന്തിനാ എന്നെ തന്നെ ഭയക്കുന്നത്? യേശു ദൈവമാണെങ്കിൽ യേശു എന്തിനാ യേശുവിനെ തന്നെ ഭയക്കുന്നത്, യേശുവായ ദൈവത്തെ? അപ്പൊ അത് മനസ്സിലായില്ല. അപ്പൊ ഏതായിരുന്നാലും ദൈവഭയം കാരണമാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചത് എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ യേശുവിന്റെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ ശിഷ്യന്മാരുടെ അവസ്ഥ പറയണം. അവരുടെ പ്രാർത്ഥനയുടെ കാര്യം, അവരുടെ അദ്ദേഹത്തിന്റെ പേരിൽ വിശ്വസിച്ചുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കുരിശുമായി നടക്കുന്ന ഇവരുടെ കാര്യം എന്തായിരിക്കും? അപ്പൊ യേശുവിന്റെ സ്ഥിതി പോലും ഭയം ഉള്ളത് കൊണ്ടാണ് സ്വീകരിച്ചത് എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പൊ ഭയം ഇല്ലെങ്കിൽ ക്രൈസ്തവരെ, നിങ്ങളുടെ പ്രാർത്ഥന ആ ദൈവം സ്വീകരിക്കില്ല എന്നാണ് ഈ പറഞ്ഞത്. ഓക്കെ. അല്ല, യൂനുസ്ക പറഞ്ഞതിൽ ഒന്നുകൂടി ഉണ്ടല്ലോ, കുരിശുമരണം കൂടി അവിടെ പൊളിഞ്ഞില്ലേ? കാരണം ദൈവം യേശുവിന്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞാല് യേശു രക്ഷിക്കാൻ കഴിവുള്ളവരോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കേട്ടു.
ദൈവം യേശുവിനെ രക്ഷിച്ചില്ലേ? അപ്പൊ കുരിശുമരണം പൊളിഞ്ഞില്ലേ? അതും കൂടി പൊളിഞ്ഞില്ല അവിടെ. അല്ല, അത് വളരെ കൃത്യാണ്. കുരിശുമരണം പൊളിഞ്ഞു കഴിഞ്ഞല്ലോ. അതായത് പിന്നെ യോനാ പ്രവാചകൻ കടലിലെ ആഴിയിൽപ്പെട്ടപ്പോൾ അവന്റെ ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു. യോനായുടെ പുസ്തകം ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയും. ആ യോനായുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അങ്ങനെ എന്ത് ചെയ്തു? യോനാനെ പിന്നെ കേട്ടതിന്റെ അടിസ്ഥാനത്തില് അവിടെ അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുള്ളത്, യോനായുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അങ്ങനെ ദൈവം എന്ത് ചെയ്തു? അവനെ പിന്നെ ഈ യോനായെ രക്ഷിച്ചു. ഒരു കടലാനനെ ഏൽപ്പിച്ചിരുന്നു. ആ കടലാന പോയിട്ട് പിന്നെ യോനായെ അതിന്റെ ഉദരത്തിലാക്കി കരയിൽ കൊണ്ടുവന്ന് തുപ്പി. അങ്ങനെ തന്നെയാണ് യോനായുടെ പിന്നെ പ്രാർത്ഥന ദൈവം കേട്ടു. അത് ക്ലിയർ ആണ്. പിന്നെ ഇവിടെ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ രണ്ട് അസ്തിത്വമാണെന്ന്. ഈ ക്രൈസ്തവരുടെ വാദമൊക്കെ യേശു തന്നെ പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. ഒന്നും പറയണ്ട, യേശു പൊളിച്ച് കൈ കൊടുത്തിക്കണു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് അവിടെ യേശു പറയുന്നുണ്ട്, എന്റെ പിതാവ് കൃഷിക്കാരനും. POC ബൈബിൾ കേട്ടോ. സത്യവേദ പുസ്തകത്തിൽ പറയണത് തോട്ടക്കാരനെന്നാണ്. അപ്പോ എന്റെ പിതാവ് കൃഷിക്കാരനും ഞാന് പുത്രൻ ആരാണ്? പുത്രൻ മുന്തിരിവള്ളിയാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഒരേ അസ്തിത്വമാണോ? ഒരേ സത്തയുടെ ഗുണാണോ? കൃഷിക്കാരനും മുന്തിരിവള്ളിക്കും ഒരു സത്തയുടെ ഗുണാണോ? ആണോ? ക്രൈസ്തവര് പറയേണ്ടാണിത്. ആളുകളോട് കളവ് പ്രചരിപ്പിച്ച് തൃത്വം എന്ന പൈശാചിക വിശ്വാസം ജനങ്ങളിൽ കുത്തിച്ചേൽത്താൻ വേണ്ടി നോക്കുമ്പോ അതിനെ പൊളിക്കുന്നത് ആരാണ്? യേശു ക്രിസ്തു, മഹാനായിട്ടുള്ള പ്രവാചകൻ യേശു ക്രിസ്തു തന്നെയാണ്. നിങ്ങളുടെ പൈശാചികമായിട്ടുള്ള ആ സങ്കല്പം പൊളിക്കുന്നത് ഞങ്ങളല്ല, യേശു ക്രിസ്തുവാണ്. ഇവിടെ എവിടെയാണ് പിതാവിനും പുത്രനും ഒരു അസ്തിത്വമാണോ? മുന്തിരിവള്ളിക്കും കൃഷിക്കാരനും ഒരു അസ്തിത്വമാണോ? പറയണം ക്രൈസ്തവരങ്ങളെ. മുന്തിരിവള്ളിക്കും കൃഷിക്കാരനും ഒരേ അസ്തിത്വമാണോ? കൃഷിക്കാരൻ ആരാ? ഒരു കൃഷി ഏത് ഭൂമിയിൽ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കൃഷിക്കാരന് അധികാരമുണ്ട്. ഒരു കൃഷി അത് കായ്ക്കുന്നതിന് മുമ്പേ തന്നെ അതിന്റെ കായ്കൾ വെട്ടിക്കളഞ്ഞ് ആ ചെടിയെ നശിപ്പിക്കാനും ആ ചെടി ഇല്ലായ്മ ചെയ്യാനും കർഷകന് അധികാരമുണ്ട്. കർഷകന് അതിന് കഴിയും. ആ ഒരു മുന്തിരിവള്ളി അതായത് ഇസ്രായേലിൽ കൊണ്ടുപോയി നടന്നോ അറേബ്യൻ നാടിൽ കൊണ്ടു നടന്നോ ഇത് തീരുമാനിക്കാനുള്ള അധികാരം കൃഷിക്കാരനായ ദൈവത്തിനുണ്ട്. അതേസമയം ഈ മുന്തിരിവള്ളിക്ക് ഇങ്ങനെ എന്തെങ്കിലും അധികാരമുണ്ടോ? മുന്തിരിവള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൃഷിക്കാരന്റെ കാരുണ്യത്തിന്റെ കീഴിലാണ്. മനസ്സിലാക്കണം, കൃഷിക്കാരന്റെ കാരുണ്യത്തിന്റെ കീഴിലാണ് മുന്തിരിവള്ളി നിലനിൽക്കുക. അതല്ലാതെ മുന്തിരിവള്ളിയുടെ കാരുണ്യത്തിലല്ല കൃഷിക്കാരൻ നിലനിൽക്കുക. അപ്പൊ ഇവിടെ രണ്ടും രണ്ട് അസ്തിത്വമായിട്ട് വളരെ കൃത്യമായിട്ട് യേശു തന്റെ ഉപമയിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇതെങ്കിലും ഈ തൃത്വം പഠിപ്പിക്കണ ക്രൈസ്തവര് ഇതൊന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവര് നന്നാകുമായിരുന്നു. നന്നാകാനാണെങ്കിൽ അല്ലേ? തൃത്വം ആരോടും മേലിൽ അവര് പറയില്ല. സത്തയിലും ഗുണത്തിലും ഒക്കെ ഒന്നാണ് എന്നുള്ള പഠിപ്പിക്കലുണ്ടല്ലോ. ആ വാദമൊക്കെ ഈ പിതാവ് കർഷകനും ഞാൻ മുന്തിരിവള്ളിയുമാണ് എന്നുള്ള യേശു പറഞ്ഞതിലൂടെ ഇവിടെ എന്താണ്? ഇവിടെ പൊളിഞ്ഞുപോയി വാദം. എന്നിട്ട് എന്താണ് അവിടെ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തില് നമ്മൾ പരിശോധിക്കപ്പെടുമ്പോ വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ അത് വ്യക്താക്കുകയാണ്. അപ്പൊ ഇത്തരം വചനങ്ങളൊക്കെ നിലനിൽക്കുമ്പോ ഇവരൊക്കെ ഈ സത്തയിലും എല്ലാത്തിലും ഇവര് തുല്യരാണ്. ഇവര് ഒരുമിച്ച് തീരുമാനം എടുക്കണാണ്. എന്നിട്ട് തീരുമാനങ്ങൾ വന്നപ്പോഴോ യേശുവിന് യാതൊരു പങ്കുമില്ല. തീരുമാനത്തെ കുറിച്ചിട്ട് ചോദിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ യേശു പറയുമ്പോഴോ അതിലൊരു പങ്കും യേശുവിനില്ല. അപ്പൊ ഇവിടെ ഈ പറയുന്ന തൃത്വമൊക്കെ പൊളിഞ്ഞു പോകല്ലേ എന്റെ ക്രൈസ്തവ സുഹൃത്തുക്കളെ? നിങ്ങൾക്ക് എന്തതിനും മറുപടി പറയാനുള്ളത്? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും, യോഹന്നാന്റെ സുവിശേഷം 15:1, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും. ഇത് സത്യവേദ പുസ്തകട്ടോ.
POC ബൈബിളില് കൃഷിക്കാരനെന്നാണ്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കണ്ടോ? യേശുവിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു എന്ന് പറഞ്ഞാല് യേശുവിന് ഏതാണ് വചനം? ഏതാണ് വചനം എന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞേ. യോഹന്നാന്റെ സുവിശേഷം 15 15ന്റെ 1 മുതലേ ആ ഞാൻ ഓക്കെ. മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. എന്താണ് എന്നിൽ കായ്ക്കാത്ത കൊമ്പ്? എന്നിൽ കായ്ക്കാത്ത കൊമ്പ് എന്ന് പറയുന്നത് യേശുവിന് ദൈവം കൊടുത്ത വചനം. ആ വചനം ജനങ്ങൾക്ക് മുമ്പിൽ യേശു പ്രബോധനം ചെയ്യും. അപ്പൊ ആ പ്രബോധനത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? യേശു എന്ന മുന്തിരിവള്ളിയിലെ കൊമ്പുകളായിട്ട് ആളുകൾ തീരും. അപ്പൊ എന്തുണ്ടാവും? ആ കൊമ്പുകളായി തീരുമ്പോ അവരുടെ ഈ പറയുന്ന വചനം കേട്ട് അവർക്ക് കൂടുതൽ ഈ കാര്യങ്ങൾ ദൈവത്തിന്റെ ദൈവിക സങ്കല്പത്തിൽ അവർക്ക് പൂർണ്ണത കിട്ടും. അതാണ് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയോ അവൻ നീക്കിക്കളയും. ഈ വചനം കേട്ടിട്ടും വചനം കേട്ടിട്ടും അതിൽ നിലനിൽക്കാത്ത ആളുകളെ എന്തുണ്ടാവും? ദൈവം നീക്കിക്കളയുന്നാണ് പറയുന്നത്. അപ്പൊ അതിലൊന്നും എന്തുണ്ട്? യേശുവിന് യാതൊരു പങ്കുമില്ല. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതൊരു ചെത്തിവെടുപ്പാക്കുന്നു, അല്ലെ? കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടത് ചെത്തിവെടുപ്പാക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞില്ലേ, അതായത് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ പുത്രന്റെ അടുക്കൽ ആർക്കും വരാൻ കഴിയില്ല എന്ന്. യേശു ഈ വചനം അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്തുണ്ടാവും? അവരിത് കേട്ട് മനസ്സിലാക്കും. കേട്ട് മനസ്സിലാക്കുമ്പോ അവര് ദൈവത്തിലേക്ക് അടുക്കും. അപ്പൊ ദൈവം എന്തുണ്ടാവും? ആ കാര്യത്തെ കുറിച്ചിട്ട് നന്മയെ കുറിച്ചിട്ട് അവർക്ക് കൂടുതൽ ദൈവം വഴി എളുപ്പാക്കി കൊടുക്കുന്ന അവിടെ പറയണത്. ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടുപ്പാക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പൊ കൂടുതൽ അവര് ദൈവത്തിലേക്ക് അടുക്കും. അപ്പോ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഈ വസിക്കുക എന്ന് പറയണൊക്കെ എന്താണ്? ഈ വചനത്താൽ ഐക്യപ്പെടുക. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞു നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്തു തീയിൽ ഇടുന്നു, ഇത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇവിടെ എന്താണ്? ഈ യേശുവിന്റെ വചനം കേട്ടിട്ട് ആ പ്രബോധനത്തിൽ നിൽക്കാത്ത ആളുകളെ, അഥവാ യേശുവിനെ ദുഷിച്ചു പറഞ്ഞ യഹൂദന്മാരുണ്ടല്ലോ, ആ യേശുവിൽ വസിക്കാത്ത കൊമ്പുകളായിട്ട് മാറി നിന്ന ആ കൊമ്പുകളൊക്കെ ആരാണിത് കൂട്ടിയിട്ട് തീയിടുക? അതിൽ യേശുവിനൊരു പങ്കുമില്ല. അത് കൂട്ടിയിട്ട് തീയിടും എന്ന് പറഞ്ഞത് അത് യേശുവിനെ പറഞ്ഞയച്ച ദൈവമാണ് ചെയ്യുക ആ പണി. അതുകൊണ്ടാണ് യഹൂദന്മാരിലേക്ക് അവിടെ പ്രവാചകന്മാരെ പറഞ്ഞയക്കാത്തതിന്റെ കാരണമായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാകുന്നത്. അവിടെ എന്താണ്? ഈ യേശുവിന്റെ പ്രബോധന ദൗത്യത്തില് യേശുവിനെ അവിടെ വളരെ പീഡിപ്പിക്കുകയും അദ്ദേഹത്തെ വളരെ മോശമായിട്ടും പറഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രബോധനത്തിൽ നിലനിന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ആ ഈ പറയുന്ന യേശുവിന്റെ ശാഖകളായിട്ട് അവർക്ക് നിലനിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ദൈവം എന്ത് ചെയ്തു? ആ കൊമ്പുകളൊക്കെ എന്ത് ചെയ്തു? കത്തിച്ചു കളഞ്ഞു. യഹൂദന്മാരിലേക്ക് അവിടെ അവസാനിച്ചു അവരുടെ ഈ പ്രവാചകത്വം. അവർക്ക് പ്രവാചകത്വം ഇല്ല. അപ്പൊ ഈ കൃഷിക്കാരൻ എന്ത് ചെയ്തു? കൃഷിക്കാരന് ഈ മുന്തിരിവള്ളി എന്ന് പറഞ്ഞാണ്ടല്ലോ പ്രവാചകത്വം, അത് അവിടുന്ന് എടുത്തു കളഞ്ഞു. അത് കാണുന്നത് നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. ഇങ്ങനെ ഒരു ആശയം കൂടി അവിടെ കൈവരുന്നുണ്ട്. ഇതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാല്ലാഹ്. യൂനിസ്ക, ഇതിലിപ്പോ ഞങ്ങള് വായിച്ചില്ലേ, അതിലുള്ള പല വചനങ്ങളും ഈ സോളമന്റെ സങ്കീർത്തനം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് പഴയ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളില്.
അതിൽ നിർത്ത വചനങ്ങളാണ് പലതും ഇന്ന് ഈ കാണുന്നതിലുള്ളത്. ഇപ്പൊ ഈ ചാറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ തോട്ടക്കാരന്റെ രൂപമ, അത് ഇവിടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ സോളമന്റെ പിന്നെ ഓഡ്സ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്, 46 അധ്യായമുള്ള ഒരു പുസ്തകം, ഇവരെ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിലുള്ള. അതിലുള്ള പല വചനങ്ങളും ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ള പല ആശയങ്ങളും അതിലും കാണുന്നുണ്ട്.